പവർ റൂമിൽ കയറിയതിൽ പിന്നെ അൻസിബ പഴയ ആളെയല്ല, കംപ്ലീറ്റ്ലി വേറെ തന്നെ ഒരു മുഖമാണ് നമ്മൾ കാണുന്നത്. അധികാരം കയ്യിൽ കിട്ടിയതിന്റെ ആണോ അതോ ഇത്രയും നാൾ കാണിച്ചത് ഫേക്ക് ആണോ എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. കാരണം അത്രയ്ക്ക് മാറ്റമാണ് അൻസിബ പവർ റൂമിൽ കയറിയതിൽ. പിന്നെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. രാവിലെ ലൈവിനകത്ത് പവർ ടീമിലുള്ളവർ തമ്മിൽ ജിൻഡോയെ കുറിച്ചൊരു ചർച്ചയുണ്ട്. എന്തോ പറഞ്ഞ് ആരും സ്റ്റാർട്ട് ചെയ്ത ചർച്ചയാണ്. ആ സമയത്ത് അൻസിബ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ജിൻഡോയെ മഗ് എടുത്ത് എറിയുമെന്ന് ഋഷിയോട് പറഞ്ഞതിന് പിന്നിലെ കാരണവും അതിലെ കുറെ കാര്യങ്ങളും ഒക്കെയാണ് അൻസിബ മെയിനായിട്ടും പറയുന്നത്. അന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്തോ കാര്യമായ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ വയലൻസിനെ കുറിച്ചൊന്നും അൻസിബ സംസാരിക്കില്ല എന്നൊക്കെ. പക്ഷെ അൻസിബ ഇന്ന് പറയുന്നത് കേട്ടപ്പോ അക്ഷരാർത്ഥത്തിൽ അൻസിബയുടെ പുച്ഛമാണ് എനിക്ക് തോന്നിയത്. ജിൻഡോയും രതീഷും കൂടി വെണ്ണില ചന്ദനക്കിണ്ണം എന്ന പാട്ട് പാടി അൻസിബയുമായിട്ട് കോംബോ ഉണ്ടാക്കാൻ നോക്കിയെന്ന്. പിന്നെ രതീഷ് ജിൻഡോനെ അൻസിബേനെ ഒരു കോംബോ ആയിട്ട് സെറ്റ് ചെയ്യാൻ നോക്കിയെന്ന്. പിന്നെ അൻസിബ വീണ്ടും മറ്റേ അയാൾക്ക് എന്റെ വല്യാപ്പ ആവാനുള്ള പ്രായമുണ്ട്, അതുകൊണ്ടാണ് മഗ് എടുത്ത് എറിയാൻ തോന്നിയത് എന്നൊക്കെയുള്ള ഡയലോഗ് അടിക്കുന്നുണ്ട്. ഈ സമയത്ത് അഭിഷേക് പറയുന്നുണ്ട് ഫണ്ണായിട്ട് എടുത്താൽ പോരെ എന്ന്. അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. അൻസിബ അത് കേട്ട ഭാവം പോലും നടിക്കുന്നില്ല അഭിഷേക പറഞ്ഞത്. എന്തൊരു തോട്ട് പ്രോസസ് ആണെന്ന് നിങ്ങളൊന്ന് ഓർത്തോണം. ഒരു പാട്ട് പാടിയാൽ കോംബോ ഉണ്ടാക്കാൻ നോക്കുന്നുവെന്നാണോ? ചുമ്മാ അല്ല അൻസിബനെ ഡാഗിനി തള്ള എന്ന് ഗബ്രി ഒരു മോർണിംഗ് ടാസ്കിന്റെ സമയത്ത് വിളിച്ചത്. അന്ന് നമ്മൾ ഓർത്തിരുന്നു എന്തിനാണ് ഗബ്രി ഇങ്ങനെയൊക്കെ വിളിച്ചതെന്ന്. കറക്റ്റ് ടൈറ്റിലാണ്, അതിൽ ഒരു തെറ്റുമില്ല. അൻസിബയ്ക്ക് അതിലും നല്ലൊരു ടൈറ്റിൽ വേറെ കൊടുക്കാനില്ല. ആ ലെവല് ഡാഗിനി തള്ള ചിന്താഗതിയാണ് അൻസിബയുടെ മൈൻഡിൽ മൊത്തം.